വെൽക്കം ഓൾ. അപ്പോൾ നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് ലൈബ്രറി ഫംഗ്ഷനുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ലൈബ്രറി ഫംഗ്ഷനിൽ പലതരത്തിലുള്ള ലൈബ്രറി ഫംഗ്ഷനുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ രണ്ട് ടൈപ്പിലുള്ള ലൈബ്രറി ഫംഗ്ഷനുകൾ കൂടിയാകുമ്പോൾ നമ്മുടെ ലൈബ്രറി ഫംഗ്ഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ആ രണ്ട് ടൈപ്പിലുള്ള ലൈബ്രറി ഫംഗ്ഷനുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയോടുകൂടി നമ്മൾ അതിൻ്റെ ലൈബ്രറി ഫംഗ്ഷൻ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പൂർത്തിയാവും. അപ്പോൾ നമ്മളതിൽ അടുത്ത ഒരു കാറ്റഗറി ആയിട്ട് പറയുന്നത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനുകൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുകളെ കുറിച്ചാണ്. നമ്മുടെ പ്രോഗ്രാമിനിടയിൽ മാത്തമാറ്റിക്കലായിട്ടുള്ള ചില ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ചില ഫംഗ്ഷൻസ് C++ തന്നെ ഡിഫൈൻ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഫംഗ്ഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനുകൾ. അപ്പോൾ മാത്തമാറ്റിക്കലി ഉള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി C++ ഡിഫൈൻ ചെയ്ത് വച്ചിരിക്കുന്ന ചില ബിൽറ്റ് ഇൻ ഫംഗ്ഷനുകളുണ്ട്. ആ ഫംഗ്ഷനുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദാറ്റ് ഈസ് കോൾഡ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനുകൾ. ആ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനുകൾ എങ്ങനെയാണ്, ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു, എല്ലാ ഗ്രൂപ്പും പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഏതോ ഒരു ഹെഡർ ഫയലിനകത്താണ് ഇവ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് അല്ലേ. മാത്തമാറ്റിക്കൽ ഫംഗ്ഷനുകൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഹെഡർ ഫയലുകളുടെ പേര് CMath എന്നാണ്. എന്താണ്? CMath. അപ്പം നമുക്ക് നമ്മുടെ ഫംഗ്ഷനുകൾ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനുകൾ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാമിന് എഴുതുന്നതിന് മുമ്പ് തന്നെ ഈ CMath എന്ന് പറയുന്ന ഹെഡർ ഫയലിനെ നമ്മുടെ പ്രോഗ്രാമിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം? CMath എന്ന് പറയുന്ന ഹെഡർ ഫയൽ കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പോൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനുകളിൽ ആദ്യത്തെ ഒരു ഫംഗ്ഷനാണ് ABS എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഏത് ഫംഗ്ഷനാണ്? ABS. എന്തിനാണ് ABS ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, it is used to find the absolute value of an integer. It is used to find the absolute value of an integer. എന്താ ഈ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ? അപ്പം നമ്മളൊരു വാല്യൂ എഴുതുമ്പോൾ, ഒരു നമ്പർ എഴുതുന്ന സമയത്ത് ആ നമ്പർ ഒന്നുകിൽ പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. അതായത് പോസിറ്റീവ് സൈൻ കൂടി കൊടുക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ കൂടി കൊടുക്കാം. പോസിറ്റീവ് സൈനോ നെഗറ്റീവ് സൈനോ ഇല്ലാതെ അതിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ -25ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എത്രയെന്ന് പറയും? 25 പറയും. അപ്പോൾ ഇങ്ങനെയുള്ള അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ABS. അപ്പോൾ അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇൻറ്റ് വേരിയബിൾ, കാരണം ഒരു വാല്യൂ അല്ലേ റിട്ടേൺ ചെയ്ത് വരുന്നതിനകത്തുനിന്ന് ആ വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്കൊരു വേരിയബിൾ വേണം. അത് എന്ത് ടൈപ്പിലുള്ള വേരിയബിൾ ആയിരിക്കണം? ഇൻറ്റിജർ ടൈപ്പിലുള്ള വേരിയബിൾ ആയിരിക്കണം. അതിനാണ് നമ്മൾ എഴുതിയത് ഇൻറ്റ് വേരിയബിൾ ഈസ് ഈക്വൽ ടു ABS ഓഫ് വിത്തിൻ ബ്രാക്കറ്റ് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ തിരിച്ചയച്ചു തരും. അത് സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ഇൻറ്റ് വേരിയബിൾ ഈസ് ഈക്വൽ ടു എന്ന് എഴുതിയത് അല്ലേ. അപ്പോൾ ABS ഓഫ് വിത്തിൻ ബ്രാക്കറ്റ് ഒരു ഇൻറ്റിജർ വേരിയബിൾ അങ്ങോട്ട് അയക്കുമ്പോൾ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ തിരിച്ച് ഇങ്ങോട്ട് അയച്ചു തരും ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ താഴെ എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത് കണ്ടോ? ഇൻറ്റ് n ഈസ് ഈക്വൽ ടു -25. സി ഔട്ട് ABS ഓഫ് n. എന്തായിരിക്കും ഇതിൻ്റെ റിസൾട്ട്? എന്നിൻ്റെ വാല്യൂ എത്രയാ? -25. അപ്പോൾ ABS ഓഫ് n എന്ന് പറയുമ്പോൾ -25 അങ്ങോട്ട് അയച്ചു കൊടുക്കും. അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ ചെയ്യുന്ന സാധനത്തിന് സി ഔട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ, ഡയറക്റ്റായിട്ട്. അപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും? 25 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തെന്ന് കിട്ടും? 25 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ ABS, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൻ ഇൻറ്റിജർ. ക്ലിയർ? അടുത്തൊരു ഫംഗ്ഷനാണ് SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ. SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? SQRT. അപ്പം ഇതിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫംഗ്ഷനകത്തേക്ക് അയച്ചു കൊടുക്കുന്നത്. ആ ഫംഗ്ഷൻ്റെ അകത്തേക്ക് അയച്ചു കൊടുക്കുന്നത്, അതായത് എന്തിൻ്റെയാണോ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ടത് അതാണ് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ അയച്ചു കൊടുക്കുന്നത് ഇൻറ്റിജർ ആകാം, ഫ്ലോട്ട് ആകാം, ഡബിൾ ആകാം. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല, ഏത് വേണോ അയച്ചു കൊടുക്കാം.
അപ്പോൾ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുമെന്ത് ഒരു നോൺ നെഗറ്റീവ് സ്ക്വയർ റൂട്ട്, നോൺ നെഗറ്റീവായിട്ടുള്ള ഒരു സ്ക്വയർ റൂട്ട് തിരിച്ച് റിട്ടേൺ ചെയ്ത് തരും. അപ്പം അതെന്ന് പറയുന്നത് ആ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഫ്ലോട്ട് നമ്പർ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഡബിൾ എന്ന് നമ്മളങ്ങ് എഴുതും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ചെറിയ നമ്പർ ആണെങ്കിൽ നമ്മൾ ഫ്ലോട്ട് ആയിരുന്നാലും മതി. അപ്പം ഞാൻ എൻ്റെ സിൻറ്റാക്സ് എങ്ങനെ എഴുതും? അവിടെ നിന്ന് എന്തോ ഒരു വേരിയബിൾ റിട്ടേൺ ചെയ്ത് വരും, ഒരു സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഡബിൾ വേരിയബിൾ ഈസ് ഈക്വൽ ടു SQRT ഓഫ് ഡബിൾ. അത് ഡബിൾ ആകാം, ഫ്ലോട്ട് ആകാം, ഇൻ്റ് ആകാം, ഏത് വേണമെങ്കിലും അയച്ചു കൊടുക്കാൻ നമ്മൾ പറഞ്ഞല്ലേ. അപ്പം ഡബിൾ വേരിയബിൾ ഈസ് ഈക്വൽ ടു SQRT ഓഫ് ഡബിൾ. അപ്പോൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് തിരിച്ചയച്ചു തരും. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻറ്റ് n ഈസ് ഈക്വൽ ടു 25, ഫ്ലോട്ട് b ഈസ് ഈക്വൽ ടു SQRT ഓഫ് n, സി ഔട്ട് ബി. എന്തായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്? 25 നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കും. 25ൻ്റെ സ്ക്വയർ റൂട്ട് ചെറിയ നമ്പർ ആയതുകൊണ്ടാണ് നമ്മളവിടെ ഫ്ലോട്ട് ബി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡബിൾ ബി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫ്ലോട്ട് ബി ഈസ് ഈക്വൽ ടു SQRT ഓഫ് n. 25 അങ്ങോട്ട് അയച്ചു കൊടുക്കും. 25ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് അത് തിരിച്ചയക്കും. അതെടുത്ത് ബിയിൽ വയ്ക്കും. അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ക്ലിയർ ആയോ? ഇതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ, SQRT എന്ന് പറയുന്ന സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ. അടുത്ത ഫംഗ്ഷനാണ് POW എന്ന് പറയുന്ന ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ പവർ ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് POW എന്ന് പറയുന്നത്. ഇതിന് 2 ആർഗ്യുമെൻ്റ് വേണം. ഒരു നമ്പറിൻ്റെ പവർ കണ്ടുപിടിക്കണമെങ്കിൽ 2 ആർഗ്യുമെൻ്റ് വേണം. എന്തൊക്കെ വേണം? ആ നമ്പറും വേണം, ആ നമ്പറിൻ്റെ എത്രാമത്തെ പവർ ആണെന്നുള്ളതും വേണം, അല്ലേ? അപ്പോൾ 2 ആർഗ്യുമെൻ്റ് വേണം. അപ്പോൾ ഈ ഫംഗ്ഷൻ എപ്പോഴും 2 ആർഗ്യുമെൻ്റ് ആയിരിക്കും ഉള്ളത്. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു, ഫംഗ്ഷനകത്തേക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 ആർഗ്യുമെൻ്റ് വേണം. എക്സ് എന്നും വൈ എന്നും പറഞ്ഞ് 2 ആർഗ്യുമെൻ്റ്. ഇത് എക്സും വൈയുടെയും ടൈപ്പ് എന്താകാം? ഇൻ്റ് ആകാം, ഫ്ലോട്ട് ആകാം, ഡബിൾ ആകാം. അപ്പോൾ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്ന? എക്സിനെയും വൈയെയും അയച്ചു കൊടുത്താൽ എക്സ് റൈസ് ടു വൈ റിട്ടേൺ ചെയ്ത് കാണിക്കും. എക്സിനെയും വൈയെയും അയച്ചു കൊടുത്താൽ എക്സ് റൈസ് ടു വൈ കാണിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയേ. നേരത്തെ പോലെ തന്നെ നമുക്ക് സിൻറ്റാക്സ് എഴുതാം. ഡബിൾ വേരിയബിൾ ഈസ് ഈക്വൽ ടു POW ഓഫ് ഡബിൾ കോമ ഡബിൾ. 2 വേരിയബിൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഡബിൾ കോമ ഡബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയിട്ടേ നിങ്ങൾ. ഇൻറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 5, y ഈസ് ഈക്വൽ ടു 4, z. അപ്പോൾ ഇൻ്റ് ആകാം, ഫ്ലോട്ട് ആകാം, ഡബിൾ ആകാം. നമ്മളിവിടെ ഇൻ്റ് ഉപയോഗിച്ചു. z ഈസ് ഈക്വൽ ടു POW ഓഫ് എക്സ് കോമ വൈ, സി ഔട്ട് z. POW ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കാണുന്നത്? എക്സിൻ്റെ വൈത്ത് പവർ. അപ്പോൾ എന്താ കാണിക്കും? 5 റൈസ് ടു 4 ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. 5 റൈസ് ടു 4, അതായത് 5 × 5 × 5 × 5 ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ക്ലിയർ ആയ? 5 റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്താ? 5നെ 4 തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്ന സാധനമാണ് 5 റൈസ് ടു 4. അപ്പം അതായിരിക്കും നമുക്കിവിടെ റിസൾട്ടായിട്ട് കിട്ടുന്നത്. അങ്ങനെ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത്? POW എന്ന് പറയുന്ന ഫംഗ്ഷൻ. 2 ആർഗ്യുമെൻ്റ് ഉണ്ടാവും. ഏതൊക്കെയാ? ഒന്ന് ഏതിൻ്റെ ഫംഗ്ഷനാണ്, ഏതിൻ്റെ പവറാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത് എത്രാമത്തെ പവറാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? അടുത്ത ടൈപ്പിലുള്ള ഫംഗ്ഷനുകളെ ക്യാരക്ടർ ഫംഗ്ഷനുകൾ എന്ന് പറയും. ഈ ടൈപ്പിലുള്ള ഫംഗ്ഷൻസ് ആർ യൂസ്ഡ് ടു പെർഫോം വേരിയസ് ഓപ്പറേഷൻസ് ഇൻ ക്യാരക്ടേഴ്സ്. ക്യാരക്ടേഴ്സിനകത്ത് പലതരത്തിലുള്ള ഓപ്പറേഷനുകൾ പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനുകളാണ് ക്യാരക്ടർ ഫംഗ്ഷനുകൾ. എന്താ? ക്യാരക്ടറുകൾക്കകത്ത് പലതരത്തിലുള്ള ഫംഗ്ഷനുകൾ പെർഫോം ചെയ്യുന്ന ടൈപ്പിലുള്ള പലതരത്തിലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ. ഇവ CC ടൈപ്പ് എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്താണ് ഇൻക്ലൂഡ് ചെയ്ത് വച്ചിരിക്കുന്നത്. ഏതിനകത്താ? CC ടൈപ്പ്. അപ്പോൾ ഈ തരത്തിലുള്ള ഫംഗ്ഷനുകൾ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാം എഴുതുന്നതിന് മുമ്പ് എന്തും കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം? CC ടൈപ്പ് എന്ന് പറയുന്ന ഹെഡർ ഫയലിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അപ്പം നമ്മൾ പലതരത്തിലുള്ള ഓപ്പറേഷൻസ് ക്യാരക്ടറിനകത്ത് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനുകളാണ് എന്ത് പറയുന്നത്? ക്യാരക്ടർ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ CC ടൈപ്പ് എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്താണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്.
അതിൽ ആദ്യത്തെ ഒരു ഫംഗ്ഷനാണ് ഈസ് അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈസ് അപ്പർ. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് അപ്പർ കേസ് ഓർ നോട്ട്. നമ്മളൊരു ക്യാരക്ടർ അങ്ങോട്ട് കൊടുത്താൽ അത് അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ, അപ്പർ കേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത്, ആ ഈസ് അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇതിൻ്റെ സിൻടാക്സ് നോക്കിയേ. ഇൻറ്റ് വേരിയബിൾ ഈസ് ഈക്വൽ ടു ഈസ് അപ്പർ ക്യാരക്ടർ സി. അപ്പം നമ്മൾ അകത്തോട്ടൊരു ക്യാരക്ടർ കൊടുക്കും. ആ ക്യാരക്ടർ അപ്പർ ആണോ അല്ലയോ എന്ന് ചെയ്യും. അതായത് അപ്പർ കേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. അപ്പർ കേസ് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. അപ്പർ കേസ് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. അപ്പം അതിനാണ് നമ്മൾ ഇൻറ്റ് വേരിയബിൾ എന്ന് എഴുതിയത് അല്ലേ. ഒരു വേരിയബിളിനകത്തോട്ടാണ് ആ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഞാൻ അങ്ങോട്ടിപ്പം ക്യാപിറ്റൽ എ ആണ് അയച്ചു കൊടുക്കുന്നത്. എന്ത് ചെയ്യും? തിരിച്ചെന്ത് റിട്ടേൺ ചെയ്യും? ഈസ് അപ്പർ ചെക്ക് ചെയ്യുമ്പം ക്യാപിറ്റൽ ആണ്, അപ്പർ കേസ് ആണ്, അപ്പോൾ 1 റിട്ടേൺ ചെയ്യും. സ്മോൾ സി ആണ് അയച്ചു കൊടുക്കുന്നത്. എന്ത് ചെയ്യും? 0 റിട്ടേൺ ചെയ്യും. അപ്പോൾ അപ്പർ കേസ് ലെറ്റേഴ്സ് ആണ് അങ്ങോട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് അയക്കുന്നതെങ്കിൽ അത് 1 റിട്ടേൺ ചെയ്യും. ചെക്ക് ചെയ്തിട്ട് അപ്പർ കേസ് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ക്ലിയർ ആയോ? ഇതാണ് ആദ്യത്തെ ഫംഗ്ഷൻ ഈസ് അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അടുത്ത ഒരു ഫംഗ്ഷനാണ് ഈസ് ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ദ ക്യാരക്ടർ ഈസ് ലോവർ കേസ് ഓർ നോട്ട്. നമ്മുടെ ക്യാരക്ടർ, നമ്മൾ അയച്ചു കൊടുക്കുന്ന ക്യാരക്ടർ ലോവർ കേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏതുപയോഗിക്കുന്നത്? ഈസ് ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ നമുക്ക് അതിനാണ് നമ്മൾ ഇൻറ്റ് വേരിയബിൾ ഈസ് ഈക്വൽ ടു ഈസ് ലോവർ ക്യാരക്ടർ എന്ന് പറയുന്നത്. അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന ക്യാരക്ടർ ലോവർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ലോവർ കേസ് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ എത്ര റിട്ടേൺ ചെയ്യും? 0 റിട്ടേൺ ചെയ്യും. ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. അതല്ല ലോവർ കേസ് ലെറ്റേഴ്സ് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. അപ്പം ഇത്തരത്തിൽ ഉള്ള ഫംഗ്ഷനുകളാണ് ഈസ് ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ദ ഗിവൺ ക്യാരക്ടർ ഈസ് ലോവർ കേസ് ഓർ നോട്ട്. ലോവർ കേസ് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. രണ്ടാമത്തെ ഫംഗ്ഷൻ ഈസ് ലോവർ. അടുത്ത ഒരു ഫംഗ്ഷനാണ് ഈസ് ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ദ ഗിവൺ ക്യാരക്ടർ ഈസ് ആൻ ആൽഫബറ്റ് ഓർ നോട്ട്. അപ്പം നമ്മളിപ്പോൾ ലോവർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പഠിച്ചു, അപ്പർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പഠിച്ചു. ഇനി ആൽഫബറ്റ് ആണോ എന്ന് തന്നെ ചെക്ക് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ഈസ് ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മൾ നേരത്തെ സിൻടാക്സ് എഴുതിയതുപോലെ തന്നെ എഴുതും. ഇൻറ്റ് വേരിയബിൾ ഈസ് ഈക്വൽ ടു ഈസ് ആൽഫ ക്യാരക്ടർ. നമുക്ക് ഏത് ക്യാരക്ടറാണോ ആൽഫബറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അതിനെ നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ അത് തിരിച്ചൊരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്ത് തരികയും ചെയ്യും. ആ ഇൻറ്റിജർ വാല്യൂ എങ്ങനെയായിരിക്കും അത് റിട്ടേൺ ചെയ്ത് തരുന്നത്? ദ ഫംഗ്ഷൻ റിട്ടേൺസ് 1 ഇഫ് ദ ഗീവൺ ക്യാരക്ടർ ഈസ് ആൻ ആൽഫബറ്റ്. നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന ക്യാരക്ടർ ആൽഫബറ്റ് ആണ് എങ്കിൽ അതെന്ത് ചെയ്യും? 1 റിട്ടേൺ ചെയ്യും. അല്ലെങ്കിലോ അത് 0 റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈസ് ആൽഫ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ദ ഗിവൺ ക്യാരക്ടർ ഈസ് ആൻ ആൽഫബറ്റ് ഓർ നോട്ട്. അത് ലോവർ കേസോ ആയിക്കോട്ടെ അപ്പർ കേസോ ആയിക്കോട്ടെ. ആൽഫബറ്റ് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലാതെ നമ്മൾ ഡിജിറ്റൊക്കെ അയച്ചു കൊടുക്കാം നമുക്ക്. അപ്പം അങ്ങനെയാണെങ്കിൽ അതെന്ത് റിട്ടേൺ ചെയ്യും? അത് 0 റിട്ടേൺ ചെയ്യും. അപ്പോൾ ആൽഫബറ്റ് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. അടുത്ത ഒരു ഫംഗ്ഷനാണ് ഈസ് ഡിജിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. എന്താ ഈ ഈസ് ഡിജിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ? ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ദ ഗിവൺ ക്യാരക്ടർ ഈസ് എ ഡിജിറ്റ് ഓർ നോട്ട്. അപ്പോൾ ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇത് ഡിജിറ്റ് ആണോ എന്നാണ്. നമ്മൾ അയച്ചു കൊടുക്കുന്ന ക്യാരക്ടർ ഡിജിറ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ സിൻടാക്സ് എങ്ങനെ തന്നെ എഴുതും? ഇൻറ്റ് വേരിയബിൾ ഈസ് ഈക്വൽ ടു ഈസ് ഡിജിറ്റ്
വിത്തിൻ ബ്രാക്കറ്റ് ക്യാരക്ടർ. നമ്മൾ അങ്ങോട്ടൊരു ക്യാരക്ടർ അയച്ചു കൊടുക്കും. ആ ക്യാരക്ടർ ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് ഇറ്റ് റിട്ടേൺസ് 1 if the character is a digit. Otherwise it returns 0. എന്താ സംഭവിക്കുക? 1 റിട്ടേൺ ചെയ്യും നമ്മൾ അയച്ചു കൊടുക്കുന്ന ക്യാരക്ടർ ഡിജിറ്റ് ആണ് എങ്കിൽ. അതല്ല എങ്കിൽ, ഡിജിറ്റ് അല്ല എങ്കിൽ തിരിച്ചത് എന്ത് റിട്ടേൺ ചെയ്തു തരും? 0 റിട്ടേൺ ചെയ്തു തരും. അപ്പം ഈ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഈസ് ഡിജിറ്റ്. അടുത്ത ഒരു ഫംഗ്ഷനാണ് ഈസ് ആൽ നം എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈസ് ആൽ നം. ദിസ് ഫംഗ്ഷൻ യൂസ്ഡ് ടു ചെക്ക് വെദർ ദ ഗിവൺ ക്യാരക്ടർ ഈസ് ആൽഫ ന്യൂമറിക് ഓർ നോട്ട്. നമുക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു ക്യാരക്ടർ ആൽഫ ന്യൂമറിക് ആണോ അല്ലയോ എന്ന്. ആൽഫ ന്യൂമറിക് ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ എന്താ? ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റോ നമ്പറോ. അതല്ലാത്ത ക്യാരക്ടേഴ്സ് ഇല്ലേ, സിമ്പിൾസ് ഒക്കെ ഇല്ലേ. അപ്പം നമുക്ക് ആൽഫബറ്റ് ആണോ നമ്പറാണോ, അതാണ് ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ചേരുന്നതാണ്. ഇവയിൽ ഏതെങ്കിലും ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ഈസ് ആൽ നം എന്ന് പറയുന്നത്. അപ്പം എന്താ ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞാൽ? ആൽഫബറ്റും വരും നമ്പേഴ്സും വരും. അതല്ലാതെ എന്തെങ്കിലും ആണെങ്കിലാണ് അത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനും ഇൻറ്റ് വേരിയബിൾ ഈസ് ഈക്വൽ ടു ഈസ് ആൽ നം വിത്തിൻ ബ്രാക്കറ്റ് ക്യാരക്ടർ. അപ്പം നമ്മളൊരു ക്യാരക്ടർ കൊടുക്കും. ആ ക്യാരക്ടർ ആൽഫ ന്യൂമറിക് ആണോ എന്ന് ചെക്ക് ചെയ്യും. ആൽഫ ന്യൂമറിക് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ആൽഫ ന്യൂമറിക് ക്യാരക്ടർ ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ക്ലിയർ ആയോ? ഇതാണ് ഈസ് ആൽ നം എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ അടുത്ത ഒരു ഫംഗ്ഷനാണ് ടു അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദ ഗിവൺ ക്യാരക്ടർ ഇൻറ്റു ഇറ്റ്സ് അപ്പർ കേസ്. നമ്മൾ അങ്ങോട്ടൊരു സാധനം കൊടുക്കുന്നു, അതെന്ത് കേസാണോ നോക്കട്ടെ. അപ്പർ കേസ് ആണെങ്കിൽ അത് കണക്ക് തന്നെ കാണിക്കും, തിരിച്ചു തരും. അതല്ല ലോവർ ആണെങ്കിൽ അതിനെ അപ്പറാക്കി തരും. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടറിനെ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ടു അപ്പർ. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എങ്ങനെ എഴുതും? അത് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും. അങ്ങോട്ടൊരു ക്യാരക്ടർ അയച്ചു കൊടുക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടൊരു ക്യാരക്ടർ തരും. അപ്പോൾ ടു അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടി ക്യാരക്ടർ വേരിയബിൾ ഈസ് ഈക്വൽ ടു അപ്പർ വിത്തിൻ ബ്രാക്കറ്റ് ക്യാരക്ടർ. നമ്മൾ സ്മോൾ എ അയച്ചു കൊടുത്താൽ അത് ക്യാപിറ്റൽ എ റിട്ടേൺ ചെയ്തു തരും. ക്ലിയർ ആയോ? ഇതാണ് ടു അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതേപോലെയുള്ള ഒരു ഫംഗ്ഷനാണ് ടു ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദ ഗിവൺ ക്യാരക്ടർ ഇൻറ്റു ഇറ്റ്സ് ലോവർ കേസ്. നമുക്ക് ഒരു ക്യാരക്ടർ കൊടുത്താൽ ആ ക്യാരക്ടറിനെ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ടു ലോവർ. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദ ഗിവൺ ക്യാരക്ടർ ഇൻറ്റു ഇറ്റ്സ് ലോവർ കേസ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് നമ്മൾ എങ്ങനെ എഴുതും? ക്യാരക്ടർ വേരിയബിൾ ഈസ് ഈക്വൽ ടു ലോവർ വിത്തിൻ ബ്രാക്കറ്റ് ക്യാരക്ടർ. ഒരു ക്യാരക്ടർ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരു ക്യാരക്ടർ ഇങ്ങോട്ട് വരും. നമ്മൾ കൊടുക്കുന്നത് അപ്പർ കേസ് ആണെങ്കിൽ ലോവർ കേസ് ആക്കി തരും. ഞാൻ ക്യാപിറ്റൽ ഇസഡ് ആണ് കൊടുത്തത്, സ്മോൾ ഇസഡ് റിട്ടേൺ ചെയ്തു തരും. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ടു ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇത്രയും കൂടെ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട തരത്തിലൊക്കെ ഉള്ള ലൈബ്രറി ഫംഗ്ഷനുകളെല്ലാം കൺവേർട്ട് ചെയ്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. നമ്മൾക്ക് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഒരു കാറ്റഗറി നമ്മൾ പറഞ്ഞു, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്നല്ലേ. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ തന്നെ ഫങ്ഷൻസ് ഉണ്ടാക്കി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതാണ് നമ്മളിനി അടുത്തതായിട്ട് ഇതിനകത്ത് നോക്കേണ്ടത്. ഇത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നോക്കാം.